തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 21 നടക്കും. അന്നു തന്നെ പുതിയ ഭരണസമിതിയും നിലവിൽ വരും. സത്യപ്രതിജ്ഞ സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 20 അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച അവധിയായിട്ടും 21 പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നത്. പൊതു അവധി ദിവസം തദ്ദേശ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേരാമെന്ന ഭേദഗതി ഏതാനും ദിവസം മുൻപ് കൊണ്ടുവന്നതും ഇത് ലക്ഷ്യമിട്ടാണ്. രാവിലെ 11 ഭരണസമിതി നിലവിൽ വന്ന ശേഷം ആദ്യ യോഗം ചേരും. ആദ്യ യോഗത്തിലാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുക്കാനുള്ള അജണ്ട സെക്രട്ടറി അവതരിപ്പിക്കുന്നത്. രാവിലെ 11 ഭരണസമിതി നിലവിൽ വന്ന ശേഷം ആദ്യ യോഗം ചേരും. ആദ്യ യോഗത്തിലാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുക്കാനുള്ള അജണ്ട സെക്രട്ടറി അവതരിപ്പിക്കേണ്ടത്. കോർപ്പറേഷനുകളിൽ മേയർ, ഡെപ്യൂട്ടി മേയർ, നഗരസഭകളിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, ത്രിതല പഞ്ചായത്തുകളിൽ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നടത്തണമെന്ന് യോഗം തീരുമാനിക്കും. 3 ദിവസത്തെ നോട്ടീസ് നൽകിയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഇതിനാൽ ക്രിസ്തുമസിന് ശേഷമാകും ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇതിന് ശേഷമാവും നടക്കുക. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.